ഹലോ ഫ്രണ്ട്സ്, ജ്യോതി ഡീസൽസിൽ ഇന്ന് സർവീസിന് വന്നൊരു ഇഞ്ചക്ടറാണിത്. വോൾസ്വാഗൻ പോളോ, വെൻഡോ, സ്കോഡ റാപ്പിഡ് എന്നീ വാഹനങ്ങളിൽ കണ്ടുവരുന്ന ഇഞ്ചക്ടറാണ്. കോണ്ടിനെൻ്റൽ എന്നുള്ള കമ്പനിയാണ് ഈ ഇഞ്ചക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഈ ഇഞ്ചക്ടറിൻ്റെ കണ്ടീഷനും മെഷീനിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ്ട് ഇഞ്ചക്ടർ ആണ്ട് മെഷീനിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോപ്പർ കപ്ലറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ റൺ ചെയ്യാം. അപ്പം ഇഞ്ചക്ടറിൻ്റെ ഫ്രീക്വൻസിയും പൾസ് വിത്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചക്ടറിൻ്റെ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇഞ്ചക്ടർ സപ്ലൈ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കാം, ടിക് ടിക് എന്ന സൗണ്ട് കേൾക്കാം. നിലവിൽ ഇഞ്ചക്ടർ ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല. അതായത് ഇഞ്ചക്ടർ സപ്ലൈ വന്നിട്ടും ഇഞ്ചക്ടർ ഓപ്പൺ ആവുന്നില്ല. അതാണ് കംപ്ലൈൻറ്റ്. സെൻസർ ചെക്കിങ്ങിലൂടെ ഈ സോളിനോട് കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഇഞ്ചക്ടർ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. വയസ്സിൽ പിടിപ്പിച്ച ശേഷം 25 mm സ്പാനർ ഉപയോഗിച്ച് നമുക്ക് മേളത്തെ സോളിനോടും ലൂസ് ചെയ്യാം. 15 mm സ്പാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് നോസിലിലെ ക്യാപ്പും യൂസ് ചെയ്യാം. ഇഞ്ചക്ടർ ടിപ്പ് നല്ല രീതിയിൽ സ്റ്റക്കുമാണ്. നല്ല രീതിയിലുള്ള കാർബൺ ഡെപ്പോസിറ്റും ഉണ്ട്. ഇതാണ് ബോഡി. ഇതിനുള്ളിൽ ഒരു കൺട്രോൾ സ്പിൻഡിൽ കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ സോളിനോട് കോണ്ടിനെൻ്റലിൻ്റെ ആണ്. ഇതിന് അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. ഇതാണ് നോസിൽ ടിപ്പ്. ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇഞ്ചക്ടറിൻ്റെ എയർ ഗ്യാഷ്യം. ഇതിന് 0.95 ആണ് കമ്പനി വരുന്നത്. അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ ഡെലിവറി വേരിയേഷൻ അനുസരിച്ച് നമുക്കിത് മാറ്റി കൊടുത്ത് അളവിന് വ്യത്യാസം വരുത്തി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇഞ്ചക്ടർ എന്തായാലും റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കപ്ലറും കാര്യങ്ങളും റിട്ടേൺ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തു. പ്രഷറും കയറി വരുന്നുണ്ട്. ഇനി ഇഞ്ചക്ടറിൻ്റെ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഇഞ്ചക്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീഡിങ്ങും കാര്യങ്ങളെല്ലാം നോക്കണം. റിട്ടേൺ ലൈനും മെയിൻ ഡെലിവറിയും കാര്യങ്ങളെല്ലാം നോക്കണം. ഐഡിയലും ഡെലിവറി നോക്കണം. സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി നോക്കാനുണ്ട്. അപ്പം നമ്മൾ ഇഞ്ചക്ടർ ഫുൾ ലോഡും ഐഡിയലിംഗ് ഡെലിവറിയും സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി എല്ലാം ചെക്ക് ചെയ്തു. എല്ലാം നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ വണ്ടിയിൽ വെച്ചാൽ നല്ല പെർഫോമൻസും നല്ല പിക്കപ്പും നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു ഡീസൽ വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ പമ്പും ഇഞ്ചക്ടറും. അപ്പോൾ ഓരോ 50,000 കിലോമീറ്റർ കഴിയുമ്പോഴും ഇഞ്ചക്ടർ ഇളക്കി ക്ലീൻ ചെയ്യുക. അതിനുശേഷം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടിക്ക് വന്ന മാറ്റം. അപ്പോൾ ഡീസൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുകൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തിനുണ്ടെന്ന് നിർദ്ദേശിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരേക്കും ബൈ.